ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഫുൾ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സ്കിൻ കെയർ ആണ് കേട്ടോ. വീട്ടുജോലികളും എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഇന്ന് വേറൊരു സ്റ്റെപ്പ് പിടിക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ഞാൻ ചെയ്യുന്നൊരു കാര്യം കേട്ടോ. അപ്പം ആദ്യം തന്നെ മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട്. ഫേസ് വാഷ് വെച്ചിട്ടാണ് കഴുകിയത് കേട്ടോ. മുഖം ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം മുഖത്ത് വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് നല്ല നീറ്റിലെടുത്തു കേട്ടോ. കണ്ണിൻ്റെ സൈഡ് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ എൻ്റെ നഖം ഇല്ലെങ്കിൽ നീലൂട്ടൻ്റെ നഖം അങ്ങനെ എന്തെങ്കിലും കൊണ്ടതായിരിക്കും. അപ്പോൾ നല്ല നീറ്റലുണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മുഖം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഫേസ് വാഷ് ഇട്ടൊന്ന് കഴുകിയെടുത്തു. ആദ്യം മുടിയൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. ഇല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് മുടി ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ കയ്യിലുണ്ട്. സാധനം കയ്യിലുണ്ട് എന്ന് പറയും പോലെ സാധനം ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് നേരത്തെ യൂസ് ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിപ്പം കുറച്ച് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ല സുഖമായിരുന്നു ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കളറ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ടും കുറച്ച് തൈരും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഖത്തോട്ട് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ട് നീലൂട്ട ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീലൂട്ടനെ ഞാനിപ്പോൾ അധികം വീഡിയോസിലൊന്നും കാണിക്കാറില്ല. കാരണം അവന് ഫോൺ കണ്ടാൽ എടുത്തെറിയാൻ തോന്നും. അങ്ങനെയല്ല, മനഃപൂർവ്വം എടുത്തെറിയുന്നതല്ല. അവൻ്റെ കയ്യിൽ നിന്നൊക്കെ പോവുകയും ഒക്കെ ചെയ്യും. ഓൾറെഡി പൊട്ടിയിരിക്കുക ഫോൺ. അതിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒട്ടും ഞാൻ ഫോൺ കയ്യിൽ കൊടുക്കുന്നേ ഇല്ല കേട്ടോ. ഒന്നുകിൽ സ്റ്റാൻഡിലായിരിക്കും ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. കാരണം അവൻ കിടന്ന് അടിയുണ്ടാക്കും. അങ്ങനെ നമ്മുടെ പാക്ക് മുഖത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുറിഞ്ഞ ഭാഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ നല്ല വേദന നീറ്റലുണ്ടായിരുന്നേ. അതൊന്നും ഞാൻ മൈൻഡ് ആക്കുന്നേ ഇല്ല. ഇത് തേച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, ഇതൊരു മിനിമം ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് വെച്ചേക്കണം. പക്ഷേ എനിക്ക് അതിനുള്ള ഒരു ക്ഷമയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് ഇങ്ങനത്തെ കലാപരിപാടിയൊന്നും ചെയ്യാൻ നിൽക്കാത്തത്. കാരണം നമ്മൾ മുഖത്ത് എന്തെങ്കിലും തേച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം ഒന്ന് മുഖത്ത് വെച്ചേക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ നീലൂട്ടൻ അവിടെ ഇരുന്ന് കളിക്കുമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ബോറടിച്ചു തുടങ്ങി. അപ്പം ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ ഗോഷ്ഠികൾ കാണിക്കും കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്, സമയം പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതല്ലാതെ വേറെ ഒന്നുമല്ല ഇത്. അപ്പോൾ പിന്നെ ഈ സാധനം വായിക്കാത്തോട്ടാവുന്നുണ്ട് കേട്ടോ. തൈരും ബീട്രൂട്ടും കൂടെ ആയതുകൊണ്ട് ഒട്ടും യോജിക്കുന്നില്ല. വായിക്കാത്താവാതെ ഞാൻ വാ തുറക്കാതെ നിൽക്കും കേട്ടോ. ചുണ്ടിങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുക. സമയം പോക്കേ എന്തൊരു മെനക്കേടാണെന്നറിയാവോ. അപ്പോൾ അവിടെ നിന്ന് കുറേ പുഴിഞ്ഞുളയ്ക്കും പോലെ നിന്ന് തുള്ളിയിട്ടുണ്ട്. അപ്പം 10 മിനിറ്റൊന്നും ആയില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ കഴുകി കളഞ്ഞ്. വെറും വെള്ളത്തിൽ മാത്രമാണ് ഞാൻ കഴുകിയത് കേട്ടോ. പിന്നെ ഞാൻ ഫേസ് വാഷ് ഇട്ടില്ല. ഇടുന്നതിന് മുമ്പ് ഞാൻ ഫേസ് വാഷ് ഇട്ടാണ് മുഖം കഴുകിയത്. അതിനുശേഷം ഇത് കഴുകി കളയാൻ വേണ്ടി ഫേസ് വാഷൊന്നും ഞാൻ യൂസ് ചെയ്തില്ല. വലിയ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കഴുകി കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ തുടയ്ക്കാനായിട്ട്. നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമെന്ന് വെച്ചാൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല തിളങ്ങുന്നുണ്ട്. ഇത് തേക്കുന്നതിന് മുമ്പുള്ള കളറും എൻ്റെ ഇപ്പോഴത്തെ കളറും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. നല്ല ഒരു ബ്രൈറ്റണായിട്ടുണ്ട് എൻ്റെ സ്കിന്ന്. മുഖത്തെ കഴുത്തിലെ അതിപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കഴുത്തിലെ എൻ്റെ കളറും മുഖത്തെ ആ ഒരു വ്യത്യാസവും കളറും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മഞ്ഞൾ തേക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. മഞ്ഞളെന്ന് പറഞ്ഞാൽ ഇത്തിരി സമയം എടുക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് പോയി കിട്ടാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല സാധനം കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.